ഹലോ. അപ്പോൾ വൈകിട്ടായപ്പോൾ നോക്കിയപ്പം കറിയൊക്കെ കുറവാണേ. അതൊക്കെ മതി നമ്മ പറഞ്ഞു. എങ്കിലും എനിക്ക് തോന്നി ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. നമ്മുടെ പുറകിൽ തന്നെ ഇതുപോലെ ഇഷ്ടംപോലെ കോവയ്ക്ക ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാ മടി പിടിച്ചിരിക്കുന്നത്? അപ്പോൾ തന്നെ ഒരു പാത്രം എടുത്തുകൊണ്ട് ഇറങ്ങി. കുറച്ചേ പറിച്ചുള്ളൂ, നല്ല മുഴുത്ത കോവയ്ക്കയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി ക്രേവിങ് കാരണം ഒരു കൊതി തോന്നിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചതാട്ടോ. അപ്പോൾ തന്നെ പറിച്ചു, ഒരു 5-6 പറിച്ചു, അരിഞ്ഞു, അടുപ്പത്ത് വെച്ചു. മുളക് പൊടിയാട്ടോ ഇട്ടത്. അല്പം മുളക് പൊടി, ഉപ്പും സവാള മാത്രമേ ഇട്ടുള്ളൂ. വളരെ 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 സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളിത് ഒരു തവണ ഉണ്ടാക്കി പിന്നെ ഒരുപാട് തവണ ഉണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ പൊക്കി പറയുന്നില്ല. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് കിട്ടണം, കറി എന്താണേലും കുഴപ്പമില്ല, ചോറ് കിട്ടിയേ മതിയാവുന്ന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്നെ പോലെ. അപ്പോൾ എന്ത് കറിയാണേലും കുഴപ്പമില്ല, മുളക് പൊട്ടിച്ചതാണെങ്കിലും കൂട്ടി ഞാൻ ചോറുണ്ണും എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കറിയാണ് ഇത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് തികച്ചെടുത്തില്ല കറി റെഡിയാവാനായിട്ട്. വളരെ പെട്ടെന്നായിട്ടുണ്ട്. അപ്പോൾ ചോറെടുത്തു, അതിലേക്ക് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയിട്ടു. പിന്നെ ഉണ്ടായിരുന്നത് പീരയാണ്, മീൻ പീര ഉണ്ടായിരുന്നു. ഒരു മീൻ വറുത്തതെടുത്തു, ഇച്ചിരി അച്ചാറെടുത്തു, പിന്നെ ഒരു സാമ്പാറും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ ഇത്രയും കറികൾ പിന്നെ സാമ്പാറും കൂടെ കൂട്ടാൻ തോന്നിയില്ല. എന്തായാലും നമ്മളുടെ കറി അത്യാവശ്യം ഇത്രയും സിമ്പിൾ കറികളൊക്കെ മതി. എനിക്ക് ഇത്രയും പോലും വേണമെന്നില്ല. ചോറാണ് മുഖ്യം, അതുകൊണ്ട് കറികളൊന്നും വിഷയമേ അല്ല. അപ്പോൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.